നമസ്കാരം. ഇന്ന് 2025 മാർച്ച് 19 ബുധൻ. ദേശാഭിമാനി മുഖപ്രസംഗം. അവതരണം രമ്യ മനോജ്. കേരളത്തിനെതിരെ പ്രതിപക്ഷത്തിന്റെ കരിയോയിൽ പ്രയോഗം. കേരളത്തിനെതിരെ പ്രചാരണ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രതിപക്ഷവും വലതുപക്ഷ മാധ്യമങ്ങളും. നുണകളും പാതിനുണകളും കെട്ടുകഥകളും ഉപയോഗിച്ച് ഇവർ സ്വന്തം നാടിനെ കടന്നാക്രമിക്കുന്നു. ഇത്തരത്തിൽ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പ്രവണതയെ കവി കടമ്മനിട്ട രാമകൃഷ്ണന്റെ പ്രയോഗം ഉദ്ധരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കഴിഞ്ഞ ദിവസം നിയമസഭയിൽ തുറന്നുകാട്ടി. ഒരു കുടം ടാറും കുറ്റിച്ചൂലുമായി തെരുവിൽ നിൽക്കുന്ന ആളെയാണ് കവി അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി സ്മരിച്ചു. ഇങ്ങനെ നിൽക്കുന്നത് എന്തിനാണ്? കുളിച്ച് വൃത്തിയായി നടക്കുന്നവരുടെ പുറത്ത് കരിപൂശാൻ. എന്നാൽ കരിപൂശാൻ നിൽക്കുന്നവർ അതേ കരിയിൽ കുളിച്ചു നിൽക്കുന്ന അനുഭവമാണ് ഇപ്പോൾ തുടർച്ചയായി കേരളത്തിൽ ഉണ്ടാകുന്നതെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. വാളയാർ കേസ് മുതൽ AKG സെന്റർ ആക്രമണം വരെയുള്ള സംഭവങ്ങളിൽ വസ്തുതകൾ പുറത്തു വന്നപ്പോൾ പ്രതിപക്ഷ മാധ്യമ സഖ്യത്തിന് തലയിൽ മുണ്ടിടേണ്ടി വന്നു. കണ്ടിട്ടും കൊണ്ടിട്ടും മതിയാകാതെ UDF BJP നേതാക്കളും ശിങ്കിടി മാധ്യമങ്ങളും അപവാദ പ്രചാരണം തുടരുകയാണ്. യുവതലമുറയിലെ ലഹരിമരുന്ന് ഉപയോഗം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ റാഗിംഗ്, ഇതര അരാജക പ്രവണതകൾ എന്നീ വിഷയങ്ങളിലും കേരളത്തെയാകെ അപമാനിക്കാൻ എല്ലാ വേദികളും ദുരുപയോഗിക്കുകയാണ് ഇവർ. ലഹരിമരുന്ന് വ്യാപനം ദേശീയ അന്തർദേശീയ തലങ്ങളിൽ അഭിമുഖീകരിക്കുന്ന ഭീഷണിയാണെന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ ഇതിന്റെ പേരിൽ കേരളത്തെ കരിവാരിത്തേക്കാൻ UDF MP രാജ്യസഭയിൽ ശ്രമിച്ചു. കേരളത്തിൽ ലഹരിമരുന്ന് ഉപയോഗം കൂടിയെന്നും ഇതേക്കുറിച്ച് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ഈ MP അടിയന്തര നോട്ടീസ് നൽകി. 2 വർഷത്തിനിടെ ഗുജറാത്തിൽ മാത്രം 5956 കോടി രൂപയുടെ രാസലഹരി പിടിച്ചെടുത്തുവെന്ന് കേന്ദ്ര സർക്കാർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പഞ്ചാബിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലും ലഹരിമരുന്ന് വ്യാപനം വൻവിപത്തായി മാറിയിട്ടുണ്ട്. മുംബൈ, ബംഗളൂരു നഗരങ്ങൾ കേന്ദ്രീകരിച്ചും ലഹരിമരുന്ന് മാഫിയ പ്രവർത്തിക്കുന്നതായി സമീപകാലത്തുണ്ടായ സംഭവങ്ങൾ വ്യക്തമാക്കുന്നു. വിദേശത്ത് നിന്ന് കടൽ വഴി ഇന്ത്യയിലേക്ക് ലഹരിമരുന്ന് വൻതോതിൽ എത്തുന്നുണ്ട്. കൊച്ചി, ഗുജറാത്ത്, ആൻഡമാൻ തീരങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ആയിരക്കണക്കിന് കിലോഗ്രാം ലഹരിമരുന്ന് പിടിച്ചുവെങ്കിലും എത്തുന്നതിൽ ചെറിയ അളവ് മാത്രമാണ് ഔദ്യോഗിക ഏജൻസികളുടെ ദൃഷ്ടിയിൽപ്പെടുന്നത്. വിമാനത്താവളങ്ങൾ വഴിയും ലഹരിക്കടത്ത് നടക്കുന്നു. ഇത് തടയാനുള്ള ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ പരാജയം ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം സംസ്ഥാനത്തെ LDF സർക്കാരിനെ പഴിക്കാനാണ് UDF നേതാക്കൾ ശ്രമിക്കുന്നത്. ലഹരിമരുന്ന് കേസുകളിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ശിക്ഷാ നിരക്ക് കേരളത്തിലാണ്, 99%. അഖിലേന്ത്യാ ശരാശരി 78% മാത്രം. തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ശിക്ഷിക്കപ്പെടുന്നത് 25%-ൽ താഴെ കേസുകളിലാണ്. ഹൈദരാബാദിലെ വ്യവസായ എസ്റ്റേറ്റിൽ പ്രവർത്തിച്ചു വന്ന ലഹരിമരുന്ന് നിർമ്മാണശാലയുടെ ഉടമസ്ഥനായ ശതകോടീശ്വരനെ കഴിഞ്ഞ വർഷം സാഹസികമായി അറസ്റ്റ് ചെയ്തത് കേരള പോലീസാണ്. കൂടുതൽ ലഹരിമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതും അറസ്റ്റ് നടക്കുന്നതും കേരള പോലീസും എക്സൈസും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ലഹരിമരുന്ന് വ്യാപനത്തിന്റെയും റാഗിങ്ങിന്റെയും പേരിൽ സംസ്ഥാനത്തെ പ്രധാന കോൺഗ്രസ് നേതാക്കൾ അങ്ങേയറ്റം അപലപനീയമായ പ്രസ്താവനകളാണ് നടത്തുന്നത്. ക്യാമ്പസുകളെ കൊലക്കളമാക്കുന്ന സ്വന്തം രാഷ്ട്രീയ ശിഷ്യന്മാരുടെ പ്രവർത്തികൾക്ക് എതിരായി ശബ്ദിക്കാതെ SFIയെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ഇവർ. നേരത്തെ കോൺഗ്രസിന്റെ ഒരു MP ലോക്സഭയിൽ ഇതേ കാര്യം ആവശ്യപ്പെട്ടിരുന്നു. കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിൽ മയങ്ങിക്കിടക്കുന്ന ഫാസിസ്റ്റ് ചിന്ത പുറത്തു ചാടുകയാണ്. ഇംഗ്ലീഷ് ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ മുൻ പ്രതിപക്ഷ നേതാവ് കേരളത്തിനും SFIക്കും നേരെ ദുരാരോപണങ്ങൾ ചൊരിഞ്ഞു. നാടിനെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് നയിക്കാൻ ശ്രമിക്കലല്ല, സങ്കുചിത അജണ്ട നടപ്പാക്കാൻ കുതന്ത്രങ്ങൾ പ്രയോഗിക്കലാണ് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയെന്ന് പറയേണ്ടി വരുന്നു. ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.